ഏറാമല ആയുർവേദ സഹകരണ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഏറാമല ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ നിർവഹിച്ചു. ഏറാമല സർവീസ് സഹകരണ ബാങ്ക്, വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ഏറാമല ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിൽ എവിടെ നിന്നും ആയുർവേദ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ ഏറാമല എന്ന നാടിനെ ആകർഷിക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള നാടകം പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി വൈദ്യന്മാർ പരമ്പരാഗത മേഖലയിലുള്ളതും അതുപോലെ വിദഗ്ധ ബിരുദം നേടിയവരും ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാട് അറിയപ്പെടുന്നത് മറ്റു പല കാര്യങ്ങളെയും പോലെ തന്നെ ആയുർവേദ വൈദ്യന്മാരുടെ നാമവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു പ്രചോദനമാണ് ഏറാമല കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ആയുർവേദ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അക്ഷരാർത്ഥത്തിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രവും ചികിത്സാ കേന്ദ്രവും രൂപപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഹകരണ മേഖലയിൽ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത്. ആയുർവേദ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം വിദൂരമല്ലാത്ത ഒരു കാലത്ത് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയണം. ഇതിന്റെ ഭരണസമിതി പ്രഗത്ഭരായ ആളുകൾ അടങ്ങുന്ന ഒരു ടീമാണ്. ആ ടീം ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഇതിനാവശ്യമായ പ്രവർത്തന മൂലധനം, ഷെയർ, സർക്കാരിന്റെ സഹായങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളുടെ സഹായങ്ങൾ, അതോടുകൂടി എല്ലാവിധ ചികിത്സാ രീതികളുമുള്ള പഞ്ചകർമ്മ അടക്കമുള്ള മർമ്മ ചികിത്സ അടക്കമുള്ള പരമ്പരാഗത രീതിയിലടക്കം ജീവിതപ്പെടുന്ന ഒരു വലിയ ഹോസ്പിറ്റൽ, വലിയൊരു ആശുപത്രി നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയും. പുതിയ കാലഘട്ടത്തിൽ പ്രസവ ചികിത്സയും അതുപോലെ അതോടനുബന്ധമായിട്ടുള്ള സേവനങ്ങളും ചെയ്യുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 10 വർഷം മുമ്പ് കേരളത്തിലാകെയുണ്ടായിരുന്ന വൃദ്ധസദനം 2 എണ്ണമായിരുന്നു. എന്നാൽ ഇപ്പോൾ 938 വൃദ്ധസദനങ്ങളാണ് വിവിധ സ്ഥാപനങ്ങളും വിവിധ വ്യക്തികളും ചാരിറ്റബിൾ സൊസൈറ്റീസും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം വാർദ്ധക്യം ഒരു യാഥാർത്ഥ്യമായി തീരുകയും കുടുംബ ബന്ധങ്ങൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ല ചികിത്സ ലഭ്യമാവാൻ ആവശ്യമായ സൗകര്യമടക്കം ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം അടക്കം ഒരുക്കിക്കൊണ്ട് ഈ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആശുപത്രി ജനങ്ങളെയെല്ലാം സ്വന്തം സാക്ഷാത്കാരമായി മാറും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിരോധത്തിൽ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദ ചികിത്സ. ഈ സംരംഭത്തിൽ കുറെ കൂടി വിപുലമാകുന്നു. ആയുർവേദ ചികിത്സയുടെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നത് ഇതിന്റെ ഭരണസമിതി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കടന്നുകൊണ്ട് ആയുഷ് കൂടുതലുണ്ടെങ്കിൽ രോഗാതുരമായ ബലഹീനമാണ്. 100 തട്ടുകടക്ക് മെഡിക്കൽ കോളേജ് ആവശ്യമായി വരുന്നതിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആയുർവേദ ആശുപത്രി പ്രസിഡന്റ് കുനിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MK ഭാസ്കരൻ, ഡോക്ടർ ശ്യാം സുന്ദർ, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രവീന്ദ്രൻ ചളയിൽ സ്വാഗതവും KT ദാമോദരൻ നന്ദിയും പ്രകാശിപ്പിച്ചു. നേത്രരോഗം, ത്വക്ക് രോഗം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗം, മാനസികാരോഗ്യം, മൂലവ്യാധി,
ജനറൽ മെഡിസിൻ എന്നീ വിവിധ മേഖലകളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ ശ്യാം സുന്ദർ, ഡോക്ടർ തുളസി എസ് ഭാസ്കർ, ഡോക്ടർ സ്നേഹ ശോഭ, ഡോക്ടർ റസാഖ്, ഡോക്ടർ മോഹൻദാസ് എന്നിവർ ക്യാമ്പിലെത്തി രോഗികളെ പരിശോധിച്ചു. 350ഓളം രോഗികളാണ് ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും 2 ആഴ്ചത്തേക്കുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു.